ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ തുടക്കത്തിൽ 20 സീറ്റും നേടും എന്നാണ് അങ്ങ് പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രചാരണം കഴിയുമ്പോൾ അതേ ആത്മവിശ്വാസം ഉണ്ടോ അതോ കുറഞ്ഞോ? അല്ല, 20 സീറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ് അടുത്ത വർഷം വേണ്ടി ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 26-ാം തീയതി ബാക്കി പറയാം. ആരാണ് മുഖ്യ ശത്രു? നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ മുഖ്യ ശത്രു? മുഖ്യ ശത്രു ഞങ്ങൾ നമ്മുടെ എല്ലാ പ്രസംഗങ്ങളിൽ ഒരു 75% BJPക്കെതിരായിട്ടാണ്. നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ മാധ്യമങ്ങൾ BJPക്കെതിരായിട്ടുള്ള വിമർശനമല്ല, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വിമർശനമാണ് CPM മുന്നിൽ വെക്കുന്നത് എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രചാരവേദിയാണ്. അത് സ്വാഭാവികമല്ലേ? കാരണം 28 പാർട്ടികളുടെ മുന്നണിയുടെ ലീഡറല്ലേ രാഹുൽ ഗാന്ധി. CPM ആ കോയലേഷൻ്റെ ഭാഗമാണ്. ആണ്. പക്ഷേ ഞങ്ങളിപ്പോൾ അതിൽ ഒരു കാര്യം കാണുന്നുള്ളൂ, ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം വേണം എന്നാണ് BJP ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വക്താവെന്ന് മാത്രമേ ഉള്ളൂ. ഈ 100 വർഷക്കാലമായിട്ട് ഈ ഫാസിസ്റ്റ് ആശയം ഹിന്ദുത്വം പറഞ്ഞാൽ ഹിന്ദുവല്ല, ഹിന്ദുത്വം എന്ന് പറയുന്നത് വർഗീയമാണ്. ആ വർഗീയ ആശയം ഇന്ത്യയിൽ വളരെ ഫലപ്രദമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അത് ഒരു തിരഞ്ഞെടുപ്പ് കൂടി, ഇപ്പോൾ 18 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ് വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ 18-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പായിരിക്കും പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ചുള്ള അവസാനത്തെ തിരഞ്ഞെടുപ്പ്.